ില്ല ശ്രദ്ധിക്കാൻ സമയമില്ല അല്ലേ? ഓക്കെ, അപ്പോ ആ നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുമ്പോൾ തൊട്ട് ഈ ദഹനം ആരംഭിക്കുന്നുണ്ട്. നമ്മുടെ വായ്ക്കകത്ത് വെച്ച് തന്നെ ദഹനം ആരംഭിക്കുന്നുണ്ട് ഈ ഉമിനീരുമായിട്ട് കലരുമ്പോൾ. ആ ഉമിനീരായിട്ട് കലരണമെങ്കിൽ നന്നായിട്ട് സമയമെടുത്ത് അത് ചവച്ചരച്ച് കഴിക്കണം. അഷ്ടാംഗഹൃദയത്തില് എങ്ങനെയാ ഭക്ഷണം കഴിക്കേണ്ട ചിട്ടകൾ പറഞ്ഞിട്ടുണ്ട്. അതായത് സമയത്ത് കഴിക്കണം. കൃത്യസമയമാകുമ്പോൾ നമ്മുടെ ആ ദഹന രസങ്ങൾ ഉൽപാദനം തുടങ്ങും ആമാശയത്തില്. ഓക്കെ, അതൊരു സംഗതി. ഇനി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ്, അത് ആദ്യം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മണത്തറിയണം, സ്മെല്ല് കൊണ്ട് അറിയണം. ആ സമയത്തൊക്കെ നമ്മുടെ ദഹനരസങ്ങൾ പുറപ്പെടും. അതിന്റെ സ്മെല്ല് കാണുമ്പോൾ ദഹനരസങ്ങൾ പുറപ്പെടും. അത് കണ്ടറിയുമ്പോൾ അതാത് ഭക്ഷണത്തെ ദഹിപ്പിക്കുന്നതിന് വേണ്ടതായ ദഹനരസങ്ങൾ പുറപ്പെടുവിക്കും. നമ്മുടെ ശരീരം എത്ര വിചിത്ര അല്ലേ? ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചുള്ള, പിന്നെ അത് തൊട്ടറിയണം. നമ്മൾ ഈ സ്പൂണും ഫോർക്കും സംസ്കാരത്തിൽ വരുന്നതിന് മുൻപ് ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്, കൈകൊണ്ട് ആ ഭക്ഷണം തൊട്ടറിയണം, അതിന്റെ ചൂട്, അതിന്റെ അളവ്. അപ്പൊ മണത്തറിയണം, കണ്ടറിയണം, തൊട്ടറിയണം. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചുള്ള ദഹനരസങ്ങൾ നമ്മുടെ ശരീരത്തിൽ രൂപപ്പെടുകയാണ്. ഓക്കെ, അത് ഈശ്വരൻ സൃഷ്ടിച്ചിട്ടുള്ള ഒരു സൃഷ്ടിയാണ്.